ഹായ് ഫ്രണ്ട്സ്, ഐ ആം ഡോക്ടർ രാജേന്ദ്രൻ, CMO ദീപം ഹോസ്പിറ്റൽ. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് DVT, ഡീപ്പ് വെയിൻ ത്രോംബോസിസ്. ഇതിന് വേറൊരു പേര് പുളിബോ ത്രോംബോസിസ് എന്നും പറയാറുണ്ട്. ഇത് ഈ വെയിനിൽ രക്തം കട്ട പിടിക്കുന്ന ഒരു കണ്ടീഷനാണ് ഈ ഡീപ്പ് വെയിൻ ത്രോംബോസിസ്. അപ്പോൾ ഈ പേര് പറയുന്നത് പോലെ തന്നെ ഇത് ഡീപ്പ് വെയിനുകളിലാണ്, ഈ എസ്പെഷ്യലി ഇത് കാലിലാണ് കൂടുതൽ കണ്ടുവരുന്നത്, എങ്കിലും മറ്റു ഭാഗങ്ങളിലും വരാം. അപ്പോൾ ഈ രണ്ട് തരം വെയിനുകളുണ്ട് കാലിൽ. ഒന്ന് സൂപ്പർഫിഷ്യൽ വെയിൻ, രണ്ട് ഡീപ്പ് വെയിൻ. അപ്പോൾ സൂപ്പർഫിഷ്യൽ വെയിൻ എന്ന് പറയുന്നത് ഈ സ്കിന്നിന് തൊട്ട് താഴെയുള്ള വെയിനുകളാണ്. ഡീപ്പ് വെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മസിലിൻ്റെ ഉള്ളിൽ കൂടെയാണ് അത് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ ത്രോംബോസിസ് ഉണ്ടാകാൻ, ത്രോംബോസിസ് എന്ന് പറഞ്ഞാൽ രക്തം കട്ട പിടിക്കുന്നത് കൂടുതലും ഡീപ്പ് വെയിനാണ്. അതാണ് ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്ന് പറയുന്നത്. ഇത് സാധാരണ രക്തക്കുഴലിൻ്റെ വാളിൽ ലൂസായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഡിസ്ലോഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും ഡേഞ്ചറസ് കണ്ടീഷൻ. അപ്പോൾ ഈ വെയിനിൽ നിന്ന് ഇത് അടന്ന് രക്തത്തിലൂടെ ഒഴുകി ചിലപ്പോൾ ഹാർട്ടിൻ്റെ റൈറ്റ് സൈഡിൽ വന്നിട്ട് അത് ലങ്സിൻ്റെ രക്തക്കുഴലുകളിലോട്ട് കിടക്കും. അങ്ങനെ പൾമണറി എംബോളിസം എന്ന് പറയുന്ന ഒരു സീരിയസ് കണ്ടീഷൻ വരാൻ സാധ്യതയുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മരണം വരെ സംഭവിക്കാവുന്നതാണ്. അതാണ് ഈ DVTയുടെ ഏറ്റവും സീരിയസ് കണ്ടീഷൻ. ഈ ഡീപ്പ് വെയിൻ ത്രോംബോസിസ് വരാനുള്ള കാരണങ്ങൾ ഏറ്റവും പ്രധാനം പ്രൊലോങ്ഡ് ഇമ്മൊബിലൈസേഷൻ. ഇപ്പോൾ ഒരാളുടെ അരക്ക് താഴോട്ട് തളർന്നു പോയിന്നിരിക്കട്ടെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലുകൾ അനങ്ങുന്നില്ല. അപ്പോൾ അങ്ങനെ കൂടുതൽ നേരം കിടന്നു കഴിയുമ്പോൾ ഈ ത്രോംബോസിസ് എന്ന് പറഞ്ഞാൽ രക്തം കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ നമ്മൾ ഈ കാല് അനക്കാതെ കൂടുതൽ യാത്ര ചെയ്യുക, ഉദാഹരണത്തിന് ഒരു 12 മണിക്കൂർ പ്ലെയിനിൽ യാത്ര ചെയ്യുക, അതുപോലെ ട്രെയിനിൽ. അപ്പോൾ ഇതെല്ലാം ഡീപ്പ് വെയിൻ ത്രോംബോസിസ് വരാനുള്ള കാരണങ്ങളാണ്. അതുപോലെ വേറെ ചില അസുഖങ്ങൾ കാരണം അബ്സല്യൂട്ട് ബെഡ് റെസ്റ്റ് പേഷ്യൻറ്റിന് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് അവരിങ്ങനെ കട്ടിലിൽ തന്നെ കിടക്കുക, ഇതും ഡീപ്പ് വെയിൻ ത്രോംബോസിസിന് ഒരു കാരണമാണ്. അതുപോലെ ചിലപ്പോൾ സർജറി കഴിഞ്ഞിട്ട് കിടക്കുന്ന പേഷ്യൻ്റ്, അദ്ദേഹത്തിനും ചിലപ്പോൾ ഇതുപോലെ കാല് അനക്കാതെ റെസ്റ്റ് എടുക്കേണ്ട സിറ്റുവേഷനൊക്കെ വരാറുണ്ട്. അതും ഡീപ്പ് വെയിൻ ത്രോംബോസിസിന് കാരണമാകാം. അടുത്തതായിട്ട് ഈ ബ്ലഡിൽ ഈ RBC വളരെ കൂടിയിട്ട് പോളിസൈത്തീമിയ വീറ എന്നൊക്കെ പറയുന്ന ചില അസുഖങ്ങളുണ്ട്. അത് ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ സാധ്യത ഉള്ള ഒരസുഖമാണ്. അതുപോലെ ജന്മന ക്ലോട്ടിങ് വരാൻ സാധ്യതയുള്ള ചില പേഷ്യൻസ് ഉണ്ട്, അവർക്കും ഇത് ബ്ലഡ് ക്ലോട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ ഡീഹൈഡ്രേഷൻ അടിക്കുമ്പോഴും ചിലപ്പോൾ ക്ലോട്ടിങ് വരാൻ, ത്രോംബോസിസ് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ പ്രഗ്നൻസിയിൽ, അതുപോലെ ഹാർട്ട് ഫെയിലിയർ, വെരിക്കോസ് വെയിൻ, ചിലതരം ക്യാൻസർ, ഇതിലൊക്കെ ഈ ഡീപ്പ് വെയിൻ ത്രോംബോസ് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ ചില മരുന്നുകൾ, ഈ ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ്, അതുപോലെ ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി, HRTയുടെ മരുന്നുകൾ, ഇതെല്ലാം ഡീപ്പ് വെയിൻ ത്രോംബോസിസ് വരാൻ സാധ്യതയുള്ള മരുന്നുകളാണ്. അതുപോലെ പ്രായം കൂടുന്തോറും ഈ ത്രോംബോസിസ് വരാൻ സാധ്യത ചെറിയ രീതിയിൽ കൂടിക്കൊണ്ടിരിക്കും. പിന്നെ ഒരു ഒബിസിറ്റി, അതുപോലെ സ്മോക്കിംഗ്, ഇതും ഇതിൻ്റെ റിസ്ക് ഫാക്ടറിൽ പെടുന്നതാണ്. അപ്പോൾ ഈ ത്രോംബസിന്, ഈ ബ്ലഡ് ക്ലോട്ടിന് എന്ത് സംഭവിക്കും എന്നുള്ളത്, ഇപ്പോൾ ലോക്കലി ആ ഭാഗത്ത് ചിലപ്പോൾ ഈ രക്തം കട്ട പിടിച്ചത് ഫൈബ്രസ് ടിഷ്യൂ ഡെപ്പോസിറ്റ് ചെയ്യാം, ഫൈബ്രോസിസ് എന്ന് പറയും. ചിലപ്പോൾ അവിടെ റീകാനലൈസേഷൻ നടക്കാം, ക്ലോട്ട് മാറി റീകാനലൈസേഷൻ നടക്കാം. ചിലപ്പോൾ ഈ ക്ലോട്ട് കാൽസിഫൈ ചെയ്യാം എന്ന് പറഞ്ഞാൽ കാൽഷ്യം ഡെപ്പോസിറ്റ് വരും. ചിലപ്പോൾ ഇത് പഴുപ്പായിട്ട് മാറിയിട്ട്
ലോക്കൽ ഏരിയയിൽ ഒരു പസ് കളക്ഷനായിട്ട് വരാം. ചിലപ്പോൾ അത് പൈമീയ, ബ്ലഡിൽ പഴുപ്പ് വരുന്ന ആ കണ്ടീഷനാണ് പൈമീയ. അപ്പോൾ ലോക്കലിൽ നല്ല ടെൻഡർനെസ് ഉണ്ടാകും ഈ ക്ലോട്ട് വരുമ്പോഴും. ടെൻഡർനെസ് എന്ന് പറഞ്ഞാൽ അവിടെ അമ്മയ്ക്ക് നോക്കുമ്പോഴും നല്ല പെയിൻ. ഇനി ഈ ക്ലോട്ടിൻ്റെ പ്രോക്സിമൽ പാർട്ട്, അതുപോലെ തന്നെ ഡിസ്റ്റൽ പാർട്ട് എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഡിസ്റ്റൽ പാർട്ടിൽ എന്ത് സംഭവിക്കും? ഡിസ്റ്റൽ പാർട്ടിൽ മിക്കവാറും നീരെന്ന് പറഞ്ഞാൽ എഡിമ വരാനുള്ള സാധ്യതയുണ്ട്. പ്രോക്സിമലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലോട്ട് തന്നെ പ്രോക്സിമലായിട്ടുള്ള ഭാഗങ്ങൾ, ഡിസ്റ്റൽ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടുള്ള ഭാഗങ്ങൾ, പ്രോക്സിമൽ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടുള്ള ഭാഗം. അപ്പോൾ പ്രോക്സിമലി ഈ ക്ലോട്ട് കൂടുതൽ മുകളിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. അതുപോലെ ഈ ക്ലോട്ട് അടർന്നിട്ട് രക്തക്കുഴലിലൂടെ സഞ്ചരിച്ച് റൈറ്റ് സൈഡ് ഓഫ് ദി ഹാർട്ടിൽ വന്നിട്ട് അവിടെ നിന്ന് അത് പൾമണറി വെസൽസിലോട്ട് കടന്ന് പൾമണറി എംബോളിസം പോലുള്ള മാരകമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകും. എന്ന് പറഞ്ഞാൽ അത് സഡൻ ഡെത്തിനൊരു കാരണമാകാം. പിന്നെ ഈ കാലിന് കളർ ചേഞ്ച്, പെയിലാകാം, ചിലപ്പോൾ റെഡിഷ് കളറാകാം, ചിലപ്പോൾ ബ്ലൂയിഷ് കളറാകാം. അപ്പോൾ ഇനി നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഡയഗ്നോസിസിൽ ഏറ്റവും പ്രധാനം ഹിസ്റ്ററിയാണ്. അപ്പോൾ ഉദാഹരണത്തിന് ഇങ്ങനെ ബെഡ് റിഡൻ പേഷ്യൻ്റ്, കാലൊന്നും അനക്കാൻ പറ്റാത്ത പേഷ്യൻ്റ്, അല്ലെങ്കിൽ ഒരു ലോങ് ട്രിപ്പ്, ഫ്ലൈറ്റിൽ ഒരു ലോങ് ട്രിപ്പൊക്കെ നടത്തിയ ഒരാൾ പെട്ടെന്ന് കാലിന് വേദന, കാലിൽ നീര്, അതുപോലെ കാലിന് കളർ ചേഞ്ച് ഇതൊക്കെ വരികയാണെങ്കിൽ നമുക്ക് DVT ഉണ്ടോ, ഡീപ്പ് വെയിൻ ത്രോംബോസ് ഉണ്ടോ എന്ന് സംശയിക്കേണ്ടി വരും. അപ്പോൾ ഏറ്റവും പ്രധാനം ഈ ഹിസ്റ്ററിയാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മളിത് കണ്ടുപിടിക്കുന്ന ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് കളർ ഡോപ്ലർ USG. അപ്പോൾ ഡോപ്ലർ സോണോഗ്രാം മെഷീനാണ് അടുത്തത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ CT വീനോഗ്രാം അത് ചെയ്യാം. അതും ഇത് കണ്ടുപിടിക്കാനായിട്ട് ഒരു നല്ല മാർഗം. ഇനി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ സർജറി ചെയ്യുന്നതിന് മുമ്പ്, അത് കഴിഞ്ഞിട്ട് സർജറി ചെയ്യണ സമയത്ത്, സർജറി കഴിഞ്ഞുമൊക്കെ രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്നുകൾ. അപ്പോൾ ഇത് പേഷ്യൻറ്റിന് ഇങ്ങനെ ഒരു ഡീപ്പ് വെയിൻ ത്രോംബോസ് വന്ന ഒരു 14 ദിവസത്തിനകം ഇദ്ദേഹത്തിന് കിട്ടുകയാണെങ്കിൽ ഹോസ്പിറ്റലിൽ, ഒരുമാതിരി വലിയ ഹോസ്പിറ്റലിൽ ഇദ്ദേഹത്തിനെ കിട്ടുകയാണെങ്കിൽ കത്തീറ്റർ ഡയറക്റ്റഡ് ത്രോംബോലൈസിസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ ഒരു കത്തീറ്റർ ഈ ത്രോംബസിൻ്റെ അകത്ത് കടത്തി കഴിഞ്ഞിട്ട് അവിടെ ത്രോംബോലൈറ്റിക് ആയിട്ടുള്ള മരുന്നുകൾ കൊടുത്ത് ഇതിനെ അലിയിച്ച് കളയുന്ന ഒരു രീതിയാണ് കത്തീറ്റർ ഡയറക്റ്റഡ് ത്രോംബോലൈസിസ്. പിന്നെ ആൻജിയോജെറ്റ് എന്ന് പറയുന്നത് ഇതും ഈ ത്രോംബസിനെ മാറ്റുന്ന മാർഗം തന്നെയാണ്. പിന്നെ പെനുംബ്ര എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് ഈ രക്തക്കട്ടയെ വലിച്ച് പുറത്തൊക്കെ കളയുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളത് ഈ ഡീപ്പ് വെയിൻ ത്രോംബോസിസ് വരാതിരിക്കാനുള്ള മാർഗങ്ങൾ. അപ്പോൾ ആദ്യം രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്നുകൾ സാധാരണ കൊടുക്കുന്നത് ഹെപ്പാരിന്. അപ്പോൾ ഇത് സർജറി തുടങ്ങുന്നതിന് മുമ്പ് കൊടുക്കാം, അത് കഴിഞ്ഞ് സർജറി ചെയ്യുന്ന സമയത്ത്, അത് കഴിഞ്ഞ് സർജറി കഴിഞ്ഞിട്ടും ഇത് കണ്ടിന്യൂ ചെയ്യാം. അതുപോലെ തന്നെ ഇതുപോലെ ബെഡ് റിഡൻ പേഷ്യൻസിന് കൊടുക്കാം. അതുപോലെ ഡീപ്പ് വെയിൻ ത്രോംബോസിസ് ഡയഗ്നോസ് ചെയ്ത് കഴിയുമ്പോൾ എല്ലാ പേഷ്യൻസിനും ഇത് കൊടുക്കാറുണ്ട്. അടുത്തതൊരു സ്റ്റോക്കിങ്സ് ഉണ്ട്, ഇങ്ങനെ കാലിൽ വലിച്ചിടുന്ന ആൻറ്റി എംബോളിക് സ്റ്റോക്കിങ്സ് എന്ന് പറയും. അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പമ്പുകളുണ്ട് ഈ രക്തം കട്ട പിടിക്കാതിരിക്കാൻ. അതുപോലെ പ്ലെയിനിലോ ട്രെയിനിലോ അല്ലെങ്കിൽ കാറിലോ ഒക്കെ യാത്ര, ഇപ്പോൾ ഉദാഹരണത്തിന് കായംകുളത്ത് നിന്ന് ബാംഗ്ലൂർ വരെ യാത്ര ചെയ്യുന്നു, ഒരേ ഇരിപ്പിരിക്കുന്നതിന് പകരം അദ്ദേഹം കുറച്ച് നേരം ഒരു മണിക്കൂർ ഇടവിട്ട് കുറച്ച് നേരം ഒന്ന് എണീറ്റ് നടക്കുക, അതുപോലെ ആംഗിൾ ജോയിൻ്റൊക്കെ ഒന്ന് അനക്കി കൊടുക്കുക, മുട്ടുകാൽ അനക്കുക, ഹിപ്പ് ജോയിൻ്റൊക്കെ ഒന്ന് അനക്കി കൊടുക്കുക. അപ്പോൾ അത് പ്ലെയിൻ യാത്രയായാലും ട്രെയിൻ യാത്രയായാലും കാർ യാത്രയായാലും ഇത്
ചെയ്യുന്നത് നല്ലതാണ്. ഈ ഡീപ്പ് വെയിൻ ത്രോംബോസിസ് വരാതിരിക്കും. അതുപോലെ പാരാലിസിസ്, ഇപ്പോൾ ക്വാഡ്രിപ്ലീജിയ, പാരാപ്ലീജിയ എന്നൊക്കെ പറഞ്ഞുള്ള അസുഖങ്ങളുണ്ടല്ലോ, കാലൊന്നും അനക്കാൻ പറ്റാത്ത കണ്ടീഷൻ. അങ്ങനെ വരുമ്പോൾ ബൈസ്റ്റാൻഡേഴ്സ് ഈ പരിപാടി ചെയ്തു കൊടുക്കണം. ഈ അനക്കൽ എന്ന് പറഞ്ഞാൽ ആങ്കിൾ ജോയിൻറ്റ്, നീ ജോയിൻറ്റ്, ഹിപ്പ് ജോയിൻറ്റ്, ഇതൊക്കെ ഫ്ലെക്ഷനും എക്സ്റ്റൻഷനും ഒക്കെ നടത്തി കൊടുക്കുക. അപ്പോൾ അവരുടെ ഡീപ്പ് വെയിൻ ത്രോംബോസിസ് വരാതിരിക്കും. പുകവലി കഴിവതും അവോയ്ഡ് ചെയ്യുക. അതുപോലെ ഇഷ്ടം പോലെ വെള്ളം കുടിക്കുക. ഡീഹൈഡ്രേഷൻ വരാതെ നോക്കുക. അതാണ് ഇഷ്ടം പോലെ വെള്ളം കുടിക്കുക എന്ന് പറയുന്നത്. അതുപോലെ യാത്ര ചെയ്യുമ്പോഴല്ലെങ്കിൽ യാത്രക്ക് മുമ്പായിട്ട് മദ്യം, ഉറക്ക ഗുളിക ഇതുപോലുള്ള സംഗതികൾ യാതൊരു കാരണവശാലും കഴിക്കുക. ഇപ്പോൾ ഉറക്ക ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹം ബോധമില്ലാതെ കിടന്നുറങ്ങിപ്പോവും. അപ്പോൾ ഒരു 12 മണിക്കൂർ പ്ലെയിൻ യാത്രയൊക്കെ കഴിഞ്ഞാണെങ്കിൽ അത് കഴിഞ്ഞ് ചെല്ലുമ്പോൾ ചിലപ്പോൾ പുള്ളിക്ക് ഡീപ്പ് വെയിൻ ത്രോംബോസിസ് വന്നിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഡീപ്പ് വെയിൻ ത്രോംബോസിസ് വരാതിരിക്കാനുള്ള മാർഗങ്ങൾ. അപ്പോൾ ഈ വീഡിയോ വന്നിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.